ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒന്ന് തൃശ്ശൂർ വരെ പോകണം. തൃശ്ശൂർ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് വരാനുള്ള ഉദ്ദേശത്തിലാണ്. നമ്മൾ ഇവിടുന്ന് രണ്ടാളാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ 2 ടിക്കറ്റ് എടുത്ത് ലോക്കൽ ടിക്കറ്റാണ്. 45 രൂപയാണ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക്. ഈ ഗുരുവായൂരിലേക്കുള്ള ട്രെയിനിലാണ് കയറിയത്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെയാണ്, രാവിലെ 6:05 സമയം. അങ്ങനെ ട്രെയിൻ നല്ല പുറപ്പെട്ടു. ട്രെയിനിൻ്റെ സൈഡ് സീറ്റിലായതിനാൽ തന്നെ രാവിലത്തെ നല്ല ഒരു ഇളം കാറ്റും തണുപ്പൊക്കെ ഉണ്ട് ചെറിയൊരു. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു കേട്ടോ. തൃശ്ശൂർ പോയിട്ട് ഒന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിലൊന്ന് പോകണം. ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒരു ട്രിപ്പൊക്കെ പോകാമെന്നില്ല പ്ലാനിലാണ്. ഞാൻ സൈഡ് സീറ്റിലായതിനാൽ തന്നെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. രാവിലെ ഇങ്ങനത്തെ ഇത് കണ്ട, രാവിലെ പ്രഭാത സൂര്യൻ അഗ്നികോളായിട്ട് നിൽക്കുന്ന കണ്ട. ഇതൊന്നും നമ്മളടുത്തൊന്നും കാണിച്ചൊന്നുമില്ല. കാരണം വെച്ചാൽ 7 മണി കഴിയും എഴുന്നേക്കുമ്പോൾ. ഇതൊക്കെ രാവിലെയുള്ള ഒരു 6 മണിക്കുള്ള വ്യൂ ആട്ടോ. സൈഡ് സീറ്റിലായത് അത് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ. അങ്ങനെ നമ്മളിങ്ങനെ തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ തൃശ്ശൂർ പേരൂർ. ഇപ്പോഴും റെയിൽവേ സ്റ്റേഷൻ്റെ ചില ബോർഡുകളിൽ തൃശ്ശൂർ പേരൂർ തന്നെയാണ് കാണിക്കുന്നത്, തൃശ്ശൂർ എന്നല്ല. പക്ഷേ മെയിൻ ബോർഡിനകത്ത് തൃശ്ശൂർ തന്നെ കണ്ട ഇങ്ങനൊരു ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ വന്ന ട്രെയിന് ഇവിടുന്ന് ഗുരുവായൂരേക്ക് പോകുന്ന ട്രെയിന് അത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ മേൽപ്പാലം കയറി നേരെ പോകുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുന്ന് നമുക്കൊരു ഓട്ടോ ആക്കിയിട്ട് പോവാം. ഇവിടുന്ന് അധികം ഒരു 10 മിനിറ്റ് നടക്കാനുള്ളതെന്ന് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്തു, അധികം പരിചയം ഇതുവരെ പോകാതുകൊണ്ട് തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ഡയറക്റ്റ് ഓട്ടോ ആക്കുക. ഇത് ഓട്ടോയിലാകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തല്ലോ, അറിയാതെ സ്ഥലമാകുമ്പോൾ വെറുതെ ചുറ്റിക്കറങ്ങണ്ട. അങ്ങനെ എൻ്റെ കൂടെ രമേശ്വരനും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയും നമ്മൾ രണ്ടാളും ഉള്ളതുകൊണ്ടും ഒറ്റക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഞാൻ നടന്നിട്ടെല്ലാം പോയി നോക്കായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ തൃശ്ശൂരിൻ്റെ മിക്ക കടകളും തുറന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ രാവിലെ ഇപ്പം അതിരാവിലെ അല്ല, എന്നാലും രാവിലെയാണ്. അതിൻ്റെ ഒരു സൈഡിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തേച്ചിൻകാട്ട് മൈതാനത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പോകുമ്പം തന്നെ നമുക്ക് ദൂരെ തന്നെ കാണാം. ഫസ്റ്റ് തന്നെ ഗണപതി അമ്പലം ഉണ്ട് അവിടെ. അങ്ങനെ തൃശ്ശൂർ റൗണ്ടിൻ്റെ അവിടെ എത്തി നമ്മൾ. ഇനി നേരെ നമുക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ ഗണപതി ഭഗവാനെ ഒന്ന് തൊഴുതിട്ട് അങ്ങോട്ട് പോവാം. വിശാലമായ തേച്ചിൻകാട് മൈതാനം. അത് രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാരൊക്കെ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ ആടുന്ന ഇവിടുന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കൂടുതലും. ഇതൊക്കെ അവിടെ വന്നതാണ്, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പതിയെ നടന്നുകൊണ്ടിരുന്നു. അമ്പലം ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇത് തോന്നി കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന്, ഇവിടെ നിന്ന് മാത്രമേ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ഉള്ളൂ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വിടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വെച്ചു. ഇവിടുത്തെ പ്രധാന ദേവത എന്ന് പറയുന്നത് ശിവനും പാർവതിയും ശങ്കരനാരായണനും ഒക്കെയാണ്. പിന്നെ മഹാവിഷ്ണു. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഏറ്റവും അനിഷ്ടങ്ങൾ സംഭവിക്കാത്ത അമ്പലങ്ങളിൽ ഒന്നാണ് ഈ വടക്കുംനാഥ ക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലെ ഏറ്റവും വലിയ ചുറ്റുമതിലുള്ള അമ്പലങ്ങളിലൊന്നാണ് കേട്ടോ. പെരുന്തച്ഛൻ്റെ കാലത്ത് പണിത ഈ അമ്പലത്തിന് ഏകദേശം 1600 വർഷത്തിലേറെ പഴക്കമുണ്ട്. വടക്കോട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ദർശനം. പിന്നെ ഏകദേശം 9 ഏക്കറിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലവും ഗ്രൗണ്ടെല്ലായിട്ട് ഏകദേശം 9 ഏക്കർ ഉണ്ട്. മഹാശിവരാത്രി, ആനയൂട്ട്, തൃശ്ശൂർ പൂരം ഇതെല്ലാം ഇവിടുത്തെ പ്രധാന ഉത്സവം. രാവിലെ 4 മണിക്ക് നട തുറക്കുന്ന അമ്പലം വൈകിട്ട് 8:20 കേട്ടോ അമ്പലം നടയടക്കുക.
അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റും നമ്മൾ കുറേ നടന്ന് കുറേ അമ്പലത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. അങ്ങനെ ദർശനം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പതിയെ രാവിലെ ആയതിനാൽ തന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഓപ്പോസിറ്റ് ഒരു ലേഡീസ് നടത്തുന്ന കുടുംബശ്രീൻ്റെ ആണ് അതൊരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ പോയി രാവിലെ അത് വെജിറ്റബിൾ ഹോട്ടലാണ് കേട്ടോ. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല ചിരട്ട പുട്ടും കടലക്കറിയും കുറുമിയെല്ലാം മേടിച്ച് അവിടുന്ന് നല്ല രാവിലത്തെ ഭക്ഷണവും കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നല്ല ഫുഡാണ്. രാവിലെ അമ്പലത്തിലൊക്കെ വരുന്നവർക്ക് അതിൻ്റെ ഓപ്പോസിറ്റിലെ ആ ഫുഡ് കോർട്ട് കയറിയിട്ട് മിതമായ നിരക്കിൽ നല്ല ഭക്ഷണം കഴിക്കുക കേട്ടോ. നല്ല ആവി പറക്കുന്ന പുട്ടിൻ്റെ അത് കടലക്കറിയിൽ ഒഴിച്ച് നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നല്ല വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ അവിടുന്ന് യാത്ര തിരിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ഒരു കോഫിയും കുടിച്ച് നമ്മളങ്ങനെ ആ ഹോട്ടലിൽ നിന്നും പതിയെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തത് കാണാം. ബൈ ബൈ.